ഈസ് 12 സെൻറ്റിമീറ്റർ. സോ എഫ് ഈസ് ഈക്വൽ ടു 12 സെൻറ്റിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. സോ രണ്ടായിട്ട് മിററാണ്. സ്പെറിക്കൽ മിറേഴ്സ് രണ്ടെണ്ണം അറിയാൻ പറ്റും. ഒന്ന് കോൺകേവ് അല്ലെങ്കിൽ കോൺവെക്സ് എന്ന് പറയാൻ പറ്റും. സോ കോൺകേവ് ഉണ്ട്, കോൺവെക്സ് ഉണ്ട്. സോ കോൺകേവും കോൺവെക്സ് ഉണ്ട്. സോ എന്താണ് കോൺകേവ് അല്ലെങ്കിൽ എന്താണ് കോൺവെക്സ് എന്ന് നോക്കാം. സോ കോൺകേവ് എന്ന് പറഞ്ഞാൽ എന്ത് ഫോക്കസ് നെഗറ്റീവ് ആയിക്കാരം. ഓക്കെ, അതെപ്പോഴും മനസ്സിലാക്കി വെക്കാം. കോൺവെക്സ് ആയാലും എന്ത് പോസിറ്റീവ് ആയിക്കാരം. അതൊരു ലെൻസിൻ്റെ കേസിലായാലും കോൺകേവ് എന്ന് പറയുമ്പോൾ എപ്പോഴും നെഗറ്റീവ് വാല്യൂ ആയിട്ടും കോൺവെക്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും പോസിറ്റീവ് വാല്യൂ ആയിട്ടാണ് നമ്മൾ എടുക്കാറുള്ളത്. സോ ഈ ഒരു മിറർ അല്ലെങ്കിൽ മിററിൻ്റെ ഏത് ഇക്വേഷൻ ചെയ്യണമെന്ന് സ്പെറിക്കൽ മിററിൽ നിങ്ങൾ ഇക്വേഷൻ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ യു മസ്റ്റ് ബി നോ വൺ ഇക്വേഷൻ. അതാണ് മിറർ ഫോർമുല എന്ന് പറയുന്നത്. സോ അത് ഇത്രേ ഉള്ളൂ. 1/f ഈസ് ഈക്വൽ ടു 1/v പ്ലസ് 1/u. സോറി 1/v പ്ലസ് 1/u എന്ന് പറയുന്നതാണ് എന്ത് മിറർ ഇക്വേഷൻ എന്ന് പറയുന്ന ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് മിറർ ഇക്വേഷൻ ആയിട്ട് പറയുന്നത് അല്ലേ. മിറർ ഇക്വേഷനാണ്. അപ്പോൾ ലെൻസ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, അല്ലെ ഇതിപ്പോൾ എനിക്ക് ഞാൻ ലെൻസ് ഓർ മിറർ എന്ന് എഴുതാൻ എന്താ പറ്റും, ലെൻസ് ഓർ മിറർ എന്ന് എഴുതാലേക്ക് എന്താ പറ്റും, പ്ലസ് ഓർ മൈനസ് എന്ന് എഴുതാൻ പറ്റും. സോ പ്ലസ് ഓർ മൈനസ് എന്ന് എഴുതാൻ പറ്റും. സോ അങ്ങനെയാണ് എന്ത് വരിക, ഇക്വേഷൻ വരിക. അപ്പോൾ ലെൻസ് ആവുന്ന സമയത്ത് 1/v മൈനസ് 1/u എന്ന് വരും. ഓക്കെ, മിറർ ഫോർമുല എന്ന് പറയുന്നത് 1/f ഈസ് ഈക്വൽ ടു 1/v പ്ലസ് 1/u. ലെൻസ് ഫോർമുല എന്ന് പറയുന്നത് 1/f ഈസ് ഈക്വൽ ടു 1/v മൈനസ് 1/u. അപ്പോൾ ലെൻസും മിററും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്ലസും മൈനസിൻ്റെയും വ്യത്യാസമാണ്. അതിൻ്റെ മാഗ്നിഫിക്കേഷനിൽ മനസ്സിലാക്കാൻ പറ്റും. സോ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, എം എന്ന് പറഞ്ഞാൽ മാഗ്നിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ സാധാരണ രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ HI/HO എന്ന് പറയാറുണ്ട്. സോ ഹൈറ്റ് ഓഫ് ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ വേറെ ഒന്നുമില്ല, ഞാനിപ്പോൾ ഒരു മാഗ്നിഫൈ ചെയ്യുന്നൊരു എന്ത് ചെയ്തു, ഒരു മിറർ എടുത്തു. സോ മിറർ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കയ്യിലുള്ള ഒരു 4 സെൻറ്റിമീറ്ററുടെ വലിപ്പമുള്ള ഒരു സാധനം എന്ത് ചെയ്തു, ഞാൻ 8 സെൻറ്റിമീറ്റർ വലിപ്പം കാണിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ മിറർ, അതായത് ഒരു മിറർ വെച്ചപ്പോൾ എന്ത് ചെയ്തു, എനിക്ക് കിട്ടി ഇതൊരു സ്പെറിക്കൽ മിറർ ആയിരിക്കാം, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് കാണിക്കാൻ പറ്റില്ല, അതൊരു കോൺവെക്സ് ആയിരിക്കും. ഓക്കെ, അത് നമ്മൾ മിററിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കും എങ്ങനത്തെ ഇമേജാണ് മിറർ ഫോം ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇതൊരു ലിമിറ്റേഷൻസ് ഉണ്ട്, കുറേ പറഞ്ഞു പോകാണ്ട്. അപ്പോൾ 4 സെൻറ്റിമീറ്റർ എന്നുണ്ടെങ്കിൽ 8 സെൻറ്റിമീറ്ററുള്ള കാര്യം കാണിക്കും. സോ 4 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്റർ എന്ന് കാണിച്ചാൽ എത്ര ഇരട്ടിയായി, 2 ഇരട്ടിയായി. അപ്പോൾ ആ ഇരട്ടിയാണ് എന്ത് 2 എന്ന് പറയുന്നത്. സോ ഇനി മാഗ്നിഫിക്കേഷനിൽ ഒരു മൈനസ് ചിഹ്നം വന്നാൽ എന്താ, മൈനസ് ചിഹ്നം വന്നാൽ അത് റിയൽ ഇമേജാണ്. പോസിറ്റീവ് ആണെങ്കിൽ എന്താണത്, അതൊരു വെർച്വൽ ഇമേജാണ്. ഓക്കെ, വെർച്വൽ ഇമേജ്, അതായത് എന്താണ് റിയൽ ഇമേജ് എന്ന് പറഞ്ഞാൽ, റിയൽ ഇമേജ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. റിയൽ ഇമേജ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. റിയൽ ഇമേജ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. റിയൽ ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. സോ റിയൽ ഇമേജ് എന്ന് പറഞ്ഞാൽ ഞാനൊരു ഒബ്ജക്റ്റ് എടുത്ത് ഞാൻ എന്ത് ചെയ്തു, ഒരു ലെൻസിലിങ്ങനെ വെച്ചു. ലെൻസിലിങ്ങനെ വെച്ച് എന്ത് റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ വെക്കുന്ന സമയത്ത് ഞാനിവിടെ സ്ക്രീൻ വെച്ചാൽ സ്ക്രീനിൽ എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഇമേജിൻ്റെ ഫോട്ടോ എനിക്ക് സ്ക്രീനിൽ കിട്ടുന്നുണ്ടെങ്കിൽ ആ ഇമേജിനാണ് എന്താണെന്ന് പറയാം, റിയൽ ഇമേജ് എന്ന് പറയാം. വിർച്വൽ ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിങ്ങനെ സാങ്കല്പികമായിട്ട് ബാക്ക് ഇങ്ങനെ ലൈനൊക്കെ വരച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ഇമേജ് ഉണ്ടല്ലോ, അതായത് മിററിൻ്റെ ഉള്ളിൽ ഫോം ചെയ്ത ഇമേജിനാണ് വിർച്വൽ ഇമേജ് എന്ന് പറയാം. അപ്പോൾ വിർച്വൽ ഇമേജിൻ്റെ സൈൻ, മാഗ്നിഫിക്കേഷൻ സൈൻ എന്ന് പറയുന്നത് പോസിറ്റീവും റിയൽ ഇമേജിൻ്റെ മാഗ്നിഫിക്കേഷൻ സൈൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും എന്നുള്ളതാണ് ഒരു വസ്തുത. സോ ഇനി മാഗ്നിഫിക്കേഷന് കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്, അതെന്തൊക്കെയാണെന്ന് നോക്കാം. സോ മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻസ് ഉണ്ട്. സോ മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ മാഗ്നിഫിക്കേഷൻ്റെ ഫസ്റ്റ് ഇക്വേഷൻ തന്നെ എന്താ, എം ഈസ് ഈക്വൽ ടു -v/u എന്നുള്ളതാണ്. സോ എം ഈസ് ഈക്വൽ ടു അടുത്തത് എന്താ, f/f മൈനസ് യു എന്ന് പറയുന്നതാണ്. സോ അടുത്തത് ഇത് ഞാൻ മിററിൻ്റെ കേസിലാണ് പറയുന്നത്, ലെൻസിൻ്റെ കേസിൽ വേറെ വരും. സോ എം ഈസ് ഈക്വൽ ടു എന്താ, f/u ഉണ്ട്, -v/u ഉണ്ട്, പിന്നെ f/f മൈനസ് യു എന്ന് പറഞ്ഞു. ഇനി നമ്മളൊരു ഇതിൻ്റെ ടൈമിൽ പറയുകയാണെങ്കിൽ 1+v/f എന്ന് പറയുന്നതാണ്. ഈ ഇക്വേഷൻ ഒരു പ്രത്യേകത ഉണ്ട്. ഈ ഇക്വേഷൻ തന്നെ എന്താ, ബോത്ത് ലെൻസ് ആൻഡ് മിററിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ബോത്ത് ലെൻസിലും മിററിലും നിങ്ങൾക്ക് ഒരുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷനാണ് എം ഈസ് ഈക്വൽ ടു 1+v/f എന്ന് പറയുന്നത്. സോ എം ഈസ് ഈക്വൽ ടു -v/u, എം ഈസ് ഈക്വൽ ടു f/f മൈനസ് യു എന്ന് പറയുന്നതാണ് ഇക്വേഷൻസ്. സോ ഇക്വേഷനിൽ എഫ് ഉണ്ട്, വൈ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് എന്താണ് ഇതിൻ്റെ ഇതെങ്ങനെ കൊടുക്കാം, ഇതിൻ്റെ സൈൻ കൺവെൻഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഞാനൊരു മിറർ എടുത്തു. സോ മിററിൽ ഞാൻ ഇങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതാണ് എന്ത്, പോസിറ്റീവ് ആക്സിസ്. ഓക്കെ, പോസിറ്റീവ് ആക്സിസ്. സോ അതാണ് പോസിറ്റീവ് ആക്സിസ്. ഇതാണ് അടുത്ത പോസിറ്റീവ് ആക്സിസ്. മോൾക്ക് പോസിറ്റീവ് നെഗറ്റീവ്, അത് മോൾക്ക് അങ്ങനെ ആവശ്യം ഉണ്ടാവാറില്ല, നോക്കാം. അതാണ് പോസിറ്റീവ് ആക്സിസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ചാൽ എന്താ, ഞാൻ എവിടെ നിന്ന് അളക്കേണ്ടത്, ഞാൻ ഇവിടെ നിന്ന് ആണ്ടല്ല അളക്കല്, ഞാൻ മിററിനാണ് അല്ലെങ്കിൽ ലെൻസ് വെക്കുകയാണെങ്കിൽ ലെൻസിൽ നിന്നാണ് അളക്കേണ്ടത്. സോ ഞാൻ ഇവിടെ നിങ്ങൾ അളക്കാന്നുണ്ടെങ്കിൽ എന്താ, പോസിറ്റീവ് ആക്സിസ് റേ പോണ ആ രീതിയാണ്. റേ പോണത് എങ്ങോട്ടാണോ, അതായത് ഞാൻ പോണ റേ ഇങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ അതാണ് പോസിറ്റീവ് സൈൻ. ഓക്കെ, റേ പോണത് എവിടേക്കാണോ അതാണ് പോസിറ്റീവ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇതാണ് പോസിറ്റീവ് ആയിട്ടുള്ള സ്ഥലം, ഇങ്ങോട്ടാണ് പോസിറ്റീവ് ഉള്ളത്. സോ ഇങ്ങോട്ട് പോസിറ്റീവ് ഉള്ളത്, അപ്പോൾ ഞാൻ എവിടെ നിന്നാണ് അളക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇവിടെ നിന്ന് ഇങ്ങോട്ട് അളക്കുന്നത്. എവിടുന്ന്, ഇതാണ് ഞാൻ ഇങ്ങോട്ടാണ് അളക്കുന്നത്. ഓക്കെ, ഞാൻ ഇതാ
ഇങ്ങോട്ടാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് ഇളക്കാന്നുണ്ടെങ്കിൽ എന്താ അത് നെഗറ്റീവാണ്. ഇപ്പോൾ ഞാനിവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇളക്കുമ്പോൾ എന്താ അത് പോസിറ്റീവാണ്. അങ്ങനെയാണ് എന്തുണ്ട് സൈൻ കൺവെൻഷൻ വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു എന്ത് എഫ് എന്ന് പറയുന്നത് കോൺകേവ് ആണെങ്കിൽ നെഗറ്റീവും കോൺവെക്സ് ആണെങ്കിൽ എന്ത് വരും, പോസിറ്റീവും വരും എന്നുള്ള കാര്യം പറഞ്ഞു. സോ നോക്കാം ഇനി എന്താണ് കാര്യങ്ങൾ നോക്കാം. ഇനി ഇത്രയും കോൺസെപ്റ്റ് അറിഞ്ഞാലേ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും. ഒരു ബേസിക്കാണ്, റേപ്റ്റിക്സിൽ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. സോ ഇതിൻ്റെ അപ്പുറത്തേക്ക് എന്തുണ്ട്, കർവ്ഡ് സർഫസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് മീഡിയംസ് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് വരാണ്ട്, അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, അതായത് ടെലസ്കോപ്പ്, മൈക്രോസ്കോപ്പ്, കോമ്പൗണ്ട്, അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ്സ്, അങ്ങനെ ഒരുപാട് ഏരിയാസ് ഉണ്ട്. സോ ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ കോൺകേവ് മിറർ ഈസ് -12 സെൻറ്റിമീറ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ കോൺകേവ് ആയതുകൊണ്ട് തന്നെ F -12 സെൻറ്റിമീറ്റർ എന്ന് പറയാൻ പറ്റും. ഇതിലിപ്പോൾ നിങ്ങൾ പവർ പറയുന്ന സമയത്ത് മാത്രം എന്താവത്, നിങ്ങൾ സെൻറ്റിമീറ്ററിനെ മീറ്റർക്ക് മാറ്റിയാൽ മതി. ബാക്കിയുള്ള സമയത്തൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെൻറ്റിമീറ്ററിൽ തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബട്ട് ദ ഷുഡ് ഒബ്ജക്റ്റ് ഓഫ് ലെങ്ത് 4 സെൻറ്റിമീറ്റർ ബി പ്ലേസ്ഡ് എന്നുള്ളതാണ്. സോ എവിടെയാണ് ഇത് പ്ലേസ് ചെയ്താലാണ് നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളതാണ്, അതായത് 4 സെൻറ്റിമീറ്റർ കിട്ടുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ എന്താ, അപ്പോൾ 12 സെൻറ്റിമീറ്റർ ഫോക്കസിലുള്ള ഒരു സാധനം, അത് 4 സെൻറ്റിമീറ്റർ ഉള്ള ഒബ്ജക്റ്റ് HO4 സെൻറ്റിമീറ്റർ ആയ ഒരു സാധനം, അതിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് എന്താ 2 സെൻറ്റിമീറ്റർ മാത്രമല്ല അതെന്താണ് ഒരു റിയൽ ഇമേജാണ്. സോ റിയൽ ഇമേജ് തന്നെ എന്താ M നെഗറ്റീവാണ്. സോ M നെഗറ്റീവാന്ന് കിട്ടി. മാത്രമല്ല HI/HO എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തോന്ന് കിട്ടും, HI എന്ന് പറഞ്ഞാൽ 1/, ഇവിടെ ഞാൻ കൊടുത്ത വാല്യൂ ക്വസ്റ്റ്യനിൽ ഇവിടെ എന്താ 1 സെൻറ്റിമീറ്റർ അല്ലേ. സോ ക്വസ്റ്റ്യനിൽ 1 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ 1 സെൻറ്റിമീറ്റർ എന്ന് കൊടുക്കാൻ പറ്റും. സോ HI/HO എന്ന് പറഞ്ഞാൽ എന്താ 4, HI എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാ 1 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ. സോ ഇവിടെ എനിക്ക് മാഗ്നിഫിക്കേഷൻ, ഞാനിവിടെ കൂടായി നോക്കാം, ഒന്നുകൂടി എഴുതി തരാം. സോ M ഈസ് ഈക്വൽ ടു HI/HO എന്നുള്ളതാണ്. ഇവിടെ ഇമേജ് എന്ന് പറയുന്നത് എന്താ, ഇമേജ് എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ആണ്. HO എന്ന് പറയുന്നത് ഇതാണ്, മാത്രമല്ല നെഗറ്റീവാണ്. അപ്പോൾ റിയൽ ഇമേജാന്ന് പറഞ്ഞിട്ട്, റിയൽ ഇമേജ് തന്നെ എന്താ M നെഗറ്റീവാന്ന് കിട്ടിയിട്ടുണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റൊക്കെ മൊത്തത്തിൽ യൂസ് ചെയ്താൽ എനിക്ക് എന്ത് ചെയ്താൻ പറ്റും, M എന്ന് പറയുന്നത് എന്താക്കാൻ പറ്റും, -1/4 എന്ന് എഴുതാൻ പറ്റും. സോ -1/4 എന്ന് എഴുതാൻ പറ്റും. ഇനി നമുക്ക് നോക്കാം, M കാണാൻ നമ്മുടെ കയ്യിൽ എന്തുണ്ട്, ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. സോ ഇതിൽ എവിടെയാണ് ഇമേജ് പ്ലേസ് ചെയ്യണമെന്ന് വെച്ചാൽ എന്താ U, ഞാൻ പറയാൻ പറഞ്ഞു. U എന്ന് പറഞ്ഞാൽ ഇമേജ് ഡിസ്റ്റൻസ് ആണ്. V എന്ന് പറഞ്ഞാൽ എന്താ, U എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ലെൻസും കൂടി തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. V എന്ന് പറഞ്ഞാൽ എന്താ, ലെൻസും ഇമേജും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. സോ ഇവിടെ V വെച്ചിട്ടുള്ള ഇക്വേഷൻസ് ഉണ്ട്, U വെച്ചിട്ടുള്ള ഇക്വേഷൻസ് ഉണ്ട്. സോ Uവും F മാത്രമാണ് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ. അപ്പോൾ അത് രണ്ടും വെച്ചിട്ടുള്ള ഇക്വേഷൻസ് നോക്കാം. ആ വെച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് വേറെ ഒന്നുമില്ല, ആ ഇക്വേഷൻ എന്ന് പറയുന്നത് ഏതാണെന്ന് നോക്കിയാൽ. അപ്പോൾ എന്നിന് ഏറ്റവും സൂട്ടബിൾ ഇവിടെയുള്ള ഇക്വേഷൻ തന്നെ M ഈസ് ഈക്വൽ ടു F/F - U എന്നുള്ളതാണ്. ഇവിടെ എന്തുണ്ട്, M ഈസ് ഈക്വൽ ടു -1/4 നിങ്ങൾക്കറിയാം. മാത്രമല്ല F ഈസ് ഈക്വൽ ടു -12 നിങ്ങൾക്കറിയാം. U ആണ് എന്ത് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. സോ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് -1/4 എന്ന് എന്ത് ചെയ്യും, ഇവിടെ വരും. ഇവിടെ എന്ത് ചെയ്യും, -12 എന്ന് വരും. -12 എന്ന് പറഞ്ഞാൽ എന്താ -12 - U എന്ന് വരും. സോ എന്ത് ചെയ്യാം, ഇനിയാണ് കളികൾ എടുക്കുന്നത്, ഇനിയാണ് കളി ഉള്ളത്. അപ്പോൾ ഇനി എന്താ കളി, ഇനി കാൽക്കുലേഷനാണ്. സോ ഇവിടെ എന്ത് ചെയ്യും, -12 - U എന്നുണ്ട്, അത് -1 കൊണ്ട് ഇൻറ്റു ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് 12 + U എന്നാവും, 12 + U എന്നാവും. ഇതെന്ത് ചെയ്യും, -2 × 12 എന്ന് പറഞ്ഞാൽ 24 ആണ്. 24 × 2 എന്ന് പറഞ്ഞാൽ എന്താ 48 ആണ്. സോ -48 എന്ന് വരും അല്ലേ, -48 എന്ന്. അപ്പോൾ U ഈസ് ഈക്വൽ ടു -48 - 12 എന്ന് കിട്ടും. അപ്പോൾ U ഈസ് ഈക്വൽ ടു 60 -60 എന്ന് കിട്ടും. -60 എന്ന് പറഞ്ഞാൽ എവിടെയാണ്, അപ്പോൾ നിങ്ങളോടൊരു ഫിഗർ വരക്കാൻ പറഞ്ഞില്ല. ഫിഗർ ഒരിക്കലും നീറ്റ് എക്സാമിന് ചോദിക്കില്ല, ഇവിടുത്തെ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഫിഗർ വരക്കാൻ പറഞ്ഞാൽ എന്താ. അപ്പോൾ ഇതാണ് നിങ്ങളെ ലെൻസ് എന്നുണ്ടെങ്കിൽ, ഇതാണ് നിങ്ങളെ പ്രിൻസിപ്പൽ ആക്സിസ് എന്നുണ്ടെങ്കിൽ -60 എന്ന് പറയുന്ന വാല്യൂ വരില്ല എവിടെയാണെന്ന് ഏകദേശം. അപ്പോൾ അതിപ്പോൾ നിങ്ങൾ എടുക്കുന്ന ലെൻസിൻ്റെ മര്യാദ -60 എന്ന് പറഞ്ഞാൽ ഇതാ നെഗറ്റീവ്ക്കാണ് -60 വരിക. ഓക്കെ, അവിടെ നിന്ന് ഇങ്ങോട്ടാണ് എടുക്കേണ്ടത്. കാരണം എന്താ, റേ എങ്ങനെയാണ് പോണത്, റേ എങ്ങനെ പോയിട്ട് റിഫ്ലക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് പോകേണ്ടതെന്ന് വിചാരിച്ചാൽ -60 എന്ന് പറയുന്ന വാല്യൂ ഇവിടെ നടക്കൽ ഇവിടെ നിങ്ങളുടെ ആൾക്കാർ ഈ പോയിൻ്റ് ആയിക്കാറുണ്ട് -60 എന്ന് പറയുന്ന പോയിൻറ്റ്. സോ അത്രയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ അതിൻ്റെ ഉത്തരം വന്നിട്ട് എന്താ വരിക, അതിൻ്റെ ഉത്തരം വന്നിട്ട് -60 എന്ന് വരും. സോ 60 എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 3 ആണ് വരിക. 60 എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 3 ആണ് വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതും റിലേറ്റഡ് ഏരിയ ആണ്. സ്ഫെറിക്കൽ മിറർ എന്ന് പറഞ്ഞ ഏരിയ ആണ് നമ്മൾ നോക്കുന്നതുമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിക്കാരം. സോ ഓക്കെ, ഇനി ഇതൊരു ക്വസ്റ്റ്യൻ, മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റ് ആൻഡ് റിയൽ ഇമേജ് ഫോർ കോൺകേവ് മിറർ എന്നുള്ളതാണ്. സോ നിങ്ങളൊരു മനസ്സിലാക്കേണ്ട വേറൊരു വസ്തു ഞാൻ പറഞ്ഞത്, നിങ്ങൾ എടുക്കുന്ന ഒരു കോൺവെക്സ് മിറർ ആണെന്നുണ്ടെങ്കിൽ
ഒരു കോൺവെക്സ് മിറർ ആണെന്നുണ്ടെങ്കിൽ ഒരു റിയൽ ഇമേജിന് വൺ റിയൽ ഇമേജ് ഇംഗ്ലീഷ് ഗ്രാമർ ശരിയാണെന്ന് എനിക്കറിയില്ല. ഒരു റിയൽ ഇമേജിന് എന്ത് ചെയ്യുക, ഓൾവേസ് പ്രൊഡ്യൂസ് എന്താണ്, ഒരു വിർച്വൽ ഇമേജാണ്. ഓൾവേസ് പ്രൊഡ്യൂസ് വിർച്വൽ ഇമേജാണ്. ഓക്കെ, വിർച്വൽ ഇമേജ്. അപ്പോൾ അത് റിയൽ ഇമേജിന് എന്ത് ചെയ്യില്ല, റിയൽ ഇമേജിന് ഒരിക്കലും ഒരു റിയൽ ഒബ്ജക്റ്റ് ഉണ്ടാവില്ല. റിയൽ ഇമേജിന് ഒരു വെർച്വൽ ഒബ്ജക്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ സാധാ രീതിയിൽ നമ്മുടെ മനുഷ്യന്മാരുടെ ഭാഷ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു റിയൽ ഒബ്ജക്റ്റ് വെച്ചാലേ എന്ത് കിട്ടുള്ളൂ, വിർച്വൽ ഇമേജ് കിട്ടുള്ളൂ. ഒരിക്കലും എന്ത് കിട്ടില്ല, റിയൽ ഇമേജ് കിട്ടില്ല. ഓക്കെ, ആ കാര്യങ്ങളാണുള്ളത്. സോ നോക്കാം. അപ്പോൾ എങ്ങനെയാണ് കോൺവെക്സ് മിറർ എന്ന് പറയുമ്പോൾ തന്നെ വിർച്വൽ ഇമേജ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ കോൺകേവ് മിറർ എന്ന് തന്നെ എന്താ, ഓൾവേസ് ഫോംസ് എന്തെന്ന് പറയാൻ പറ്റും, ഓൾവേസ് ഫോംസ് വിർച്വൽ ഇമേജ് എന്ന് പറയാൻ പറ്റും. അല്ല, കോൺകേവ് മിറർ ഓൾവേസ് ഫോം റിയൽ ഇമേജ് എന്ന് പറയാൻ പറ്റും. സോ ഇവിടെ നോക്കാനുള്ളത് എവിടെ വെച്ചാലാണ് എന്ത് കിട്ടുക, വിർച്വൽ ഇമേജ് കിട്ടുക, റിയൽ ഇമേജ് കിട്ടുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. മിനിമം ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കറിയാം നമ്മളെ ഷേവിംഗ് മിറർ എന്നൊക്കെ പറയുന്നത് എന്താണ്, ഒരു കോൺകേവ് മിററാണ്. ഒരു ഷേവിംഗ് മിറർ കോൺകേവ് മിററാണ്. സോ നമ്മളിതിൻ്റെ ഫോക്കസിൻ്റെ ഉള്ളിൽ വിത്തിൻ ഫോക്കസ് വെച്ചാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ, നിങ്ങൾക്ക് ഇവിടെ ഒരു വിർച്വലായിട്ട് എൻലാർജ്ഡ് ആയിട്ടുള്ള ഇമേജ് കിട്ടുള്ളൂ. വിർച്വൽ എൻലാർജ്ഡ് ഇമേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ എവിടെ വെക്കണം, എൻലാർജ്ഡ് ഇമേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ എവിടെ വെക്കണം, വിത്തിൻ ഫോക്കസ് വെക്കണം. ഓക്കെ, വിത്തിൻ ഫോക്കസ് വെച്ചാൽ എന്ത് കിട്ടും, വിത്തിൻ ഫോക്കസിൽ വെച്ചാൽ എന്ത് കിട്ടും, വിർച്വൽ കിട്ടും. ഓക്കെ, വിർച്വൽ കിട്ടും. ഓക്കെ, അതിൻ്റെ അതായത് ഇവിടെ 2F വെച്ചാൽ ആക്ച്വലി 2F വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ വെച്ചാൽ അതേ ഇമേജ്, അതായത് മാഗ്നിഫിക്കേഷൻ എന്തായി മാറും, -1 ആയി മാറും. മീൻസ് HI/HO എന്ന് പറയുന്നത് എന്തെങ്കിലും 1, അതായത് സെയിം എന്ത് കിട്ടും, സെയിം ലെങ്ത് ഉള്ള ഇമേജ് തന്നെ കിട്ടും. സോ ഉത്തരം 1 ആണ് വരിക. ഓക്കെ, അടുത്ത് നോക്കാം. ഇത് വെച്ചിട്ടുള്ള വേറെ ഒന്നുമില്ല. റേ ഓഫ് ലൈറ്റ് പാസസ് ഫ്രം വാക്യൂം ഇൻ ടു മീഡിയം. ഇതെന്ന് പറയുന്നത് കോൺസെപ്റ്റ് മാറി. അതായത് അടുത്ത ടോപ്പിക്ക് വരുന്ന ക്വസ്റ്റ്യനാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ റിഫ്രാക്ഷൻ ക്വസ്റ്റ്യനും ആണെങ്കിൽ ഒന്ന് ജസ്റ്റ് ചെയ്ത് തരാം. റിഫ്രാക്ഷൻ്റെ ബേസിക് ക്വസ്റ്റ്യനാണ് ഈ ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. സോ ഒന്നുമല്ല, അതായത് 2 മീഡിയംസ് ഉണ്ട്. സോ 2 മീഡിയംസ് ഉണ്ട്. ഓക്കെ, 2 മീഡിയംസ് ഉണ്ട്. റേ ഓഫ് ലൈറ്റ് പാസ് ഫ്രം വാക്യൂം ഇൻ ടു എ മീഡിയം ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ എന്ന് പറയുന്ന മീഡിയത്തിലേക്ക് കിടക്കുകയാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഫൗണ്ട് ബി ടോയ്സ് ഓഫ് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇതെന്താ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് പക്കാ മാത്തമാറ്റിക്സിലായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. അതായത് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ, അതായത് ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി വെറുതെ ഞാൻ ഡിലീറ്റ് ആക്കിയില്ലേ, അതായത് ഒരു മീഡിയം, ഇത് മീഡിയം ഞാൻ N1 എന്ന് വിളിച്ചു. സോ ഇത് N2 എന്ന് വിളിച്ചു. സോ ഞാനിവിടെ ഒരു തീറ്റ ആംഗിൾ എന്ത് ചെയ്യണം, ഒരു സാധനം ഇവിടെ നിന്ന് വന്ന് വെക്കുകയാണ്. സോ ഇവിടെ വന്നിട്ട് എന്താണ് ഇവിടെ വന്ന് ഉണ്ടാക്കണം. സോ അങ്ങനെ എന്ത് ചെയ്യും, ഇവിടുന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്യും, റിഫ്രാക്റ്റ് ചെയ്യും. ഓക്കെ, റിഫ്രാക്റ്റ് ചെയ്യും. സോ ഈ റിഫ്രാക്റ്റ് ചെയ്ത ആംഗിൾ എന്താ, ഇതൊരു നോർമലായിട്ട് ഇങ്ങനെ വരയ്ക്കാന്നുണ്ടെങ്കിലും ഒരു ആംഗിൾ ഉണ്ടാവും. സോ ഞാൻ എന്ത് ചെയ്തു, ഈ ആംഗിളിനെയും ഓരോ പേര് വിളിക്കാം. സോ ഞാൻ ഈ ആംഗിളിനെ വിളിച്ച പേര് I എന്നുള്ളതാണ്, ഈ ആംഗിളിനെ വിളിച്ച പേര് R എന്നാണ്. സോ എനിക്കിവിടെ ഇതാ പറ്റുന്ന ഇക്വേഷൻ N1 sin I എന്നുള്ളതാണ് = N2 sin R എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു ഇക്വേഷനാണ് ഇതാ മറ്റേ 2 മീഡിയം റിഫ്രാക്ഷൻ ഉള്ള ഒരു ടോപ്പിക്കിലെ മെയിൻ സ്നെൽസ് ലോ എന്നൊക്കെ പറയാറുണ്ട്. സ്നെൽസ് ലോ, റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കുള്ള സാധനമാണിത്. ഇതിൻ്റെ പേരെന്താ, സ്നെൽസ് ലോ. ഈ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ തന്നെ, ഈ ഒരു ടോപ്പിക് കാര്യം അറിയുന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എഴുതാൻ പറ്റും, നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇതാണ് സ്നെൽസ് ലോ. അപ്പോൾ നോക്കാം ഈ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്, എന്താണ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. സോ എ റേ ഓഫ് ലൈറ്റ് ഫ്രം വാക്യൂം ഇൻ ടു മീഡിയം ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ. ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഫൗണ്ട് ടു ബി ടോയ്സ് ഓഫ് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ദെൻ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് എന്നുള്ളതാണ്. സോ ഇവിടെ N1 എന്ന് പറഞ്ഞ മീഡിയം എന്താ, എയറാണ്. അപ്പോൾ എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ്, 1 ആണ്. സോ സൈൻ I എന്ന് പറയുന്നത് എന്താ, അടുത്ത മീഡിയം, അത് N2. ആ മീഡിയം ഏതാണ്, മ്യൂ ആണ്. സോ മ്യൂ ഇൻറ്റു സൈൻ 2I എന്ന് എഴുതാൻ പറ്റും. അതായത് R എന്ന് പറഞ്ഞാൽ എന്താണ്, 2I ആണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. സോ ക്വസ്റ്റ്യൻ പറഞ്ഞ കാര്യമാണിത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ പറ്റും, സൈൻ I = മ്യൂ സൈൻ 2θ എന്ന് പറഞ്ഞാൽ 2 sin I cos I എന്നുള്ളതാണ്. സോ സൈൻ I വെട്ടിപ്പോയ 1 = മ്യൂ 2 cos I എന്ന് എഴുതാൻ പറ്റും. സോ എനിക്ക് ഇതിൻ്റെ എന്താ, I ആണ് കാണേണ്ടത്. സോ I = 2 cos ഇൻവേഴ്സ് ഓഫ് മ്യൂ എന്ന് എഴുതാൻ പറ്റും. സോ cos ഇൻവേഴ്സ് ഓഫ് മ്യൂ എന്ന് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം, അപ്പോൾ ഇതാണ് ഇതുള്ളത്. അതായത് വേറെ ഞാൻ എങ്ങനെ എഴുതാമെന്ന് ഉദ്ദേശിച്ചത് cos ഇൻവേഴ്സ് ഓഫ് 2 മ്യൂ എന്നോ അല്ലെങ്കിൽ മ്യൂ 2 അങ്ങനെയൊക്കെ എഴുതാൻ പറ്റും. സോ ഓപ്ഷൻ 2 ആണ് എന്ത് ചെയ്യുക, ആൻസർ ഇടുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത്. സോ ഇതൊരു ബോറിംഗ് ക്ലാസ് ആണെന്ന് എനിക്കറിയാം, ബട്ട് ഇതാണ്
ബേസിക് ആയിട്ടുള്ള ഇതുള്ളത്. ഇതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ.